ഹായ് ഹലോ, നമ്മൾ ഇന്നൊരു നാടൻ ബീഫ് കറി എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കിയാലോ. ഞാൻ വലിയ കുക്കൊന്നുമല്ല, എന്നാലും എനിക്കറിയുന്ന പോലെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ബീഫ് നന്നായി കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് ഞാൻ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. അതിനോടൊപ്പം ചെറുതായി അരിഞ്ഞ ഒരു 4-5 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്ത് എരിവിന് ആവശ്യത്തിന് മുളക് പൊടി ചേർക്കുന്നുണ്ട്. മുളക് പൊടിയും മസാലകളും നമ്മൾ ഉള്ളി വഴറ്റുന്നതിലും ഇടാനുള്ളത് കൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ, ബീഫിൽ പിടിക്കാൻ പാകത്തിനുള്ളത്. അതുപോലെ ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. പിന്നെ 2 സ്പൂണ് മല്ലിപ്പൊടി അതുപോലെ തന്നെ 2 സ്പൂൺ ഇടുന്നത് നമ്മൾ ഉള്ളി വഴറ്റുന്നതിൽ വീണ്ടും ചേർക്കാനുള്ളത് കൊണ്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ഇടുന്നത് നമ്മുടെ ഗരം മസാലയാണ്. ഗരം മസാലയ്ക്ക് പകരം നിങ്ങളുടെ കയ്യിൽ മീറ്റ് മസാലയാണ് ഉണ്ടതെങ്കിൽ അത് ചേർക്കുന്നതായിരിക്കും ഒന്നുകൂടി രുചി കൂടുക കേട്ടോ. ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഗരം മസാല തന്നെയാണ് ചേർത്തത്. ശേഷം നമ്മൾ ഒരു സ്പൂണ് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുക, അതുപോലെ തന്നെ കുറച്ച് ഉപ്പും. അതിനുശേഷം നന്നായിട്ട് കൈവച്ച് മിക്സ് ചെയ്യുക. ബീഫിലേക്ക് ഈ ലെമൺ ജ്യൂസും ഉപ്പും മസാലകളൊക്കെ പിടിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ച് വേവിക്കുക. ഒരു 4-5 വിസിൽ വരുമ്പോഴേക്ക് തന്നെ ബീഫ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അപ്പം നമ്മൾ ഗ്യാസ് ഓൺ ചെയ്തിട്ട് കുക്കർ അടുപ്പത്ത് വെക്കുക. ആ സമയം തന്നെ നമ്മൾ ഒരു അടുപ്പ് കത്തിച്ചിട്ട് അതിലേക്ക് ഒരു ചെറിയ പാന് വെക്കുകയാണ് ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഒരു രുചി കൂടുതലായിരിക്കും. അപ്പോൾ ഒരു 3-4 സ്പൂണ് വെളിച്ചെണ്ണ നമ്മൾ ഉള്ളി വഴറ്റാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചധികം ഉള്ളി ഉള്ളതുകൊണ്ട് തന്നെയാണ് കുറച്ച് വെളിച്ചെണ്ണ അധികം എടുത്തത്. അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, ഇഞ്ചി എന്നിവ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു ബ്രൗൺ കളറാവുന്ന വരെ നമ്മൾ വഴറ്റണം. ശേഷം നമ്മൾ ഇതിലേക്ക് എടുക്കുന്നത് ചെറിയ ഉള്ളിയാണ് കേട്ടോ. അതായത് കുഞ്ഞുള്ളി എന്ന് പറയുന്ന ഉള്ളി. നമ്മൾ സവാള ഒട്ടും ചേർക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഈ കറിക്ക് പ്രത്യേക ടേസ്റ്റുമാണ് ചെറിയ ഉള്ളി ചേർത്തുണ്ടാക്കുന്നതുകൊണ്ട്. അങ്ങനെ നമ്മൾ ഒരു 200-300 ഗ്രാമിൻ്റെ അടുത്ത് ചെറിയ ഉള്ളി നന്നായി തൊലി കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ചേർത്ത് നന്നായി വഴറ്റണം. ഇതൊരു ബ്രൗൺ കളറായിട്ട് വരുന്ന വരെ നമ്മൾ വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു കുറച്ച് ഉപ്പും കൂടി ചേർക്കാം. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ബീഫ് വേവിക്കുന്നതിലും ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അധികം ആവാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക, അടിയിലൊന്നും പിടിക്കാതെ. അങ്ങനെ ഉള്ളി ഒരു ബ്രൗൺ കളറായി വരുമ്പം നമ്മളിതിലേക്ക് മസാലകൾ ഇടുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുറച്ചധികം മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി, അതുപോലെ തന്നെ ഒരു സ്പൂണ് ഗരം മസാല. ഈ മസാലകളെ നമ്മളിതിലേക്ക് യൂസ് ചെയ്യുന്നുള്ളൂ. അത് നന്നായിട്ട് പച്ച മണം മാറുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. കരിഞ്ഞു പോവരുത്. അപ്പം ആ സമയത്ത് നമ്മൾ ഗ്യാസിലെ തീയൊന്ന് ചെറുതാക്കി സിമ്മിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. കരിഞ്ഞു പോവാതെ നമ്മൾ നന്നായിട്ട് അത് വഴറ്റി കൊടുക്കുക. നന്നായി വഴണ്ട് വന്നാൽ കുക്കറിൽ വേവിച്ച് മാറ്റി വെച്ച ബീഫ് ഉണ്ടല്ലോ, അത് നമ്മൾ വെള്ളത്തോട് കൂടിയിട്ട് ഈ ഉള്ളി വഴറ്റിയ മിക്സിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി ആ ഉള്ളിയും ബീഫും ബീഫിലെ ചാറൊക്കെ കൂടി നല്ല മിക്സായിട്ട് നമ്മൾ ഒന്ന് കൂട്ടി കൊടുക്കാം. ശേഷം നമ്മൾ ഒരു പാനിൻ്റെ ഒരു മൂടി അടപ്പ് വെച്ചിട്ട് അത് മൂടി കുറച്ച് നേരം ഒന്ന് ബീഫ് വെന്തതാണ്, എന്നാൽ ആ മസാലകളൊന്ന് മിക്സ് ആവാൻ വേണ്ടി ഒന്ന് നന്നായിട്ട് തിളപ്പിക്കാം. ശേഷം നമ്മൾ കുറച്ച് അധികം കരിവേപ്പില ഇട്ട് കൊടുക്കുക. അധികം കരിവേപ്പില ഇട്ടിട്ട് ആ തിളയ്ക്കുന്ന ബീഫിലേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ ലാസ്റ്റ് ചേർക്കുന്നതാണ് കുറച്ച് കുരുമുളക് കുറച്ച് അധികം ചേർക്കട്ടോ. ബീഫ് ആയതുകൊണ്ട് തന്നെ നല്ല നല്ല കുരുമുളകിൻ്റെ ആ ഒരു സ്വാദ് ബീഫിലേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ അതും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യും. ശേഷം നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന്
നന്നായിട്ടൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അടിയിലൊന്നും പിടിച്ചു പോവാതിരിക്കുക നന്നായിട്ട്. ഇത് ഞാൻ കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ടാണ് ഉണ്ടാക്കുന്ന ഒരു കറി പോലെയാണ് കേട്ടോ. അത് നമുക്ക് ഡ്രൈ ആക്കണമെങ്കിൽ ഈ വെള്ളം വറ്റിച്ചെടുത്താലും മതി. നമുക്കിപ്പം കറി ഒരു ചാറ് കറി ആയിട്ടാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ ഡ്രൈ ആക്കാൻ നിന്നില്ല കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ഈ തരത്തിൽ ബീഫ് കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം.